ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരു പേഷ്യൻ്റ് നമ്മുടെ ഒ പി ഡിയിൽ വന്നു, അവർക്ക് ആർത്രൈറ്റിസ് ആണെന്ന് നമ്മൾ കാണിച്ചു, വാതരോഗമാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ മരുന്ന് തുടങ്ങിയാണ്. സാധാരണയായിട്ട് നമ്മൾ തുടങ്ങുന്ന മരുന്ന് തുടങ്ങാൻ വേണ്ടി പേഷ്യൻ്റ് പറയുമ്പോൾ പേഷ്യൻ്റ് ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, ഈ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോ? ഈ മരുന്ന് കഴിച്ചാൽ കിഡ്നിയും ലിവറും അടിച്ചു പോകുമോ? അലോപ്പതി മരുന്ന് കഴിച്ചാൽ കിഡ്നിയും ലിവറും അടിച്ചു പോകുന്നതാണല്ലോ ഞാൻ കേട്ടിരിക്കുന്നത്, അത് ശരിയാണോ? അപ്പോൾ അവരോട് നമ്മൾ പറയുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, എല്ലാ മരുന്നുകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ 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 കുറവായിരിക്കും. ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകൾ അനുസരിച്ച് പല തരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാതരോഗത്തിലുള്ള മരുന്നുകൾ തന്നെ ഇതിനെ ടോക്സിസിറ്റി ഇൻഡെക്സ് എന്ന് വിളിക്കും. ഈ ടോക്സിസിറ്റി ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ സൈഡ് എഫക്റ്റ് ഉള്ളത് വേദന സംഹാരികൾക്കാണ്. പെയിൻ കില്ലേഴ്സ്, നമ്മുടെ എറ്റോറിക്കോക്സിബ, വോവറാൻ, ബ്രൂഫെൻ തുടങ്ങിയ മരുന്നുകൾക്കാണ് ഏറ്റവും കൂടുതൽ സൈഡ് എഫക്റ്റ്. അതിൽ താഴെയുള്ള മരുന്നുകളാണ് സ്റ്റിറോയിഡ് മരുന്നുകൾക്കാണ് അതിൽ കുറവ് സൈഡ് എഫക്റ്റ്. അതിനേക്കാളും വളരെ കുറവ് സൈഡ് എഫക്റ്റാണ് ബാക്കിയുള്ള നമ്മളൊക്കെ പറയുന്ന ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സ് എന്ന് പറയുന്ന മെതോട്രെക്സേറ്റ്, ഹൈഡ്രോക്സിക്ലോറോക്വിൻ, അല്ലെങ്കിൽ ബയോളജിക്കൽസ്, ടൊഫാസിനിബ്, ഇതിനെല്ലാം അതിനേക്കാളും താഴെയാണ് സൈഡ് എഫക്ട്സ്. നമ്മുടെ നാട്ടിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത് സാധാരണ. ഒന്ന്, ഈ സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകൾ കഴിച്ച് സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, പെയിൻ കില്ലേഴ്സിലാണ് ഏറ്റവും കൂടുതൽ സൈഡ് എഫക്റ്റ്. മറ്റൊരു ഗ്രൂപ്പുണ്ട്, ഈ ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സ്, മെതോട്രെക്സേറ്റോ, HCQ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മോണിറ്ററിംഗ് ഇല്ലാതെ കഴിച്ചുകൊണ്ടിരിക്കും. ഡോക്ടറെ കണ്ട് അധികം കുറഞ്ഞല്ലോ, ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കാം. ഇത് രണ്ടും തെറ്റാണ്. കാരണം എന്താണ്? ഒന്ന്, ആദ്യം ഞാൻ പറഞ്ഞു പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്ന് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അതൊരു ശാശ്വത പരിഹാരമല്ല. അത് സാധാരണ വേദനയെ കടിച്ചമർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ വേദന കുറയുമെങ്കിലും അസുഖം കൂടിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല പലതരത്തിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യും. രണ്ടാമത്തെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പെയിൻ കില്ലേഴ്സ് കഴിക്കുക എന്ന് പറയുന്നൊരു ഓപ്ഷനേ അല്ല. അത് ചെറിയ കാലത്തേക്ക് ഡോക്ടറുടെ മോണിറ്ററിംഗിൽ 1-2 ആഴ്ചയൊക്കെ മാക്സിമം കഴിക്കേണ്ടതാണ് വേദന സംഹാരികൾ, എന്തെങ്കിലും അക്യൂട്ടായിട്ട് പെയിൻ വരുമ്പോൾ മാത്രം. ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സ്, മെതോട്രെക്സേറ്റോ, ഹൈഡ്രോക്സിക്ലോറോക്വിനോ, അല്ലെങ്കിൽ സൾഫാസെലസിനോ, ലെഫ്ലൂണമൈഡോ, ഇങ്ങനത്തെ മരുന്നുകൾ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇഞ്ചക്ഷൻസ്, ബയോളജിക്കൽ മെഡിസിൻസോ, ഇതിലെല്ലാം സൈഡ് എഫക്റ്റ് ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം എന്താ, ഡോക്ടർ പറയുമ്പോൾ നമ്മൾ നോക്കും, ഒ പി ഡി വരുമ്പോൾ ഈ മരുന്നുകൾ തുടങ്ങുന്നതിന് മുമ്പ് രോഗിയുടെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ഈ മരുന്നുകൾക്ക് കോൺട്രാ ഇൻഡിക്കേഷൻ ഒന്നുമില്ല, ഈ മരുന്നുകൾ കഴിക്കാം എന്ന് ഉറപ്പുള്ള മരുന്നുകൾ മാത്രമേ ഒരു രോഗിക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ ലിവറിനോ കിഡ്നിക്കോ പ്രശ്നമുള്ള ആൾക്ക് മെതോട്രെക്സേറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല, അത് നമ്മൾ കൊടുക്കില്ല. അതിന് വേറെ മരുന്നുകളുണ്ട്. ഒരാൾ കണ്ണിന് പ്രശ്നം എന്തെങ്കിലും ഉണ്ട്, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, കണ്ണിന് ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ട്, HCQ എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് മരുന്നുകളുടെ കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ചില അസുഖങ്ങളുള്ള ചില മരുന്നുകൾ കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. അതേസമയം നമ്മൾ അപ്പം ടെസ്റ്റുകൾ ചെയ്ത് ഉറപ്പ് വരുത്തിയ ശേഷം ഈ അസുഖം മരുന്ന് കഴിക്കാൻ കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ മരുന്ന് തുടങ്ങുന്നു. മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 100-ൽ 1-2 പേർക്കും ഈ ഏത് മരുന്ന് കൊണ്ടും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാം. സാധാരണ ഞാൻ പറയുന്നത് സിമ്പിളായിട്ടൊരു കാര്യമാണ്. നമ്മൾ ഒരു വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഒരു 10, 100, 150 കിലോമീറ്റർ ദൂരത്ത് പോകുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട്. പക്ഷേ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. മേ ബി ലെസ് ദാൻ 1% ആണ്. അത് പലപ്പോഴും അശ്രദ്ധ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തലവര എന്നൊക്കെ പറയും, വിധി എന്ന് പറയാം. അതൊക്കെ വളരെ വളരെ റെയർ ആയിട്ടുള്ള ഇൻസ്റ്റൻസ്. അതുപോലെ തന്നെയുള്ളൂ ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരു ഡ്രൈവറിനെ പോലെ ഈ മരുന്ന് കൊടുത്ത് പരിചയമുള്ള ഒരു ഡോക്ടറുടെ മോണിറ്ററിംഗിൽ കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നില്ലാണ്, അല്ലെങ്കിൽ ലെസ് ദാൻ 1% ആണ്. അതിനുള്ള മോണിറ്ററിങ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെതോട്രെക്സേറ്റ് കഴിക്കുന്നവർക്കാണെങ്കിൽ കറക്റ്റായിട്ട് ആദ്യ മാസങ്ങളിലേക്ക് മാസാമാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. പിന്നെ 3 മാസത്തിലോ 2 മാസത്തിലോ 3 മാസത്തിലോ ഒക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആ മരുന്നുകൾ കഴിക്കാവൂ. ആ ലിവറിൻ്റെ ഫംഗ്ഷൻ നോക്കണം, കൗണ്ട് നോക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ കഴിയുന്നത് പെട്ടെന്ന് നമുക്ക് ഡോസ് കുറയ്ക്കാൻ സാധിക്കും, ഡോസുകൾ മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ മരുന്നുകൾ മാറ്റാൻ സാധിക്കും. അപ്പോൾ മോണിറ്ററിങ്ങിൽ മാത്രം കഴിക്കേണ്ട മരുന്നുകളാണ് പലപ്പോഴും വാതരോഗത്തിന് കഴിക്കുന്നത്. അങ്ങനെ അപ്പോൾ മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് പേഷ്യൻറ്റിനെ ചൂസ് ചെയ്ത് കറക്റ്റായിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. എക്സെപ്റ്റ് നമ്മൾ ഏതെങ്കിലും മരുന്നിന് ആർക്ക് വേണം അലർജി ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ സൾഫ മരുന്നുകൾക്കൊക്കെ കൊടുത്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അലർജി ഉണ്ടോ എന്നുള്ളത്. അലർജി ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും നമ്മൾ വോൺ ചെയ്യും, അലർജി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ മരുന്ന് നിർത്തണം കേട്ടോ എന്ന് പറയും. അപ്പോൾ അത് പിന്നെ ചില ബയോളജിക്കൽ മരുന്നുകൾ
ഇഞ്ചക്ഷൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അലർജി ഉണ്ടാകാനുള്ള സാധ്യത ലെസ് ദാൻ 1% ആണ്. അത് നമ്മൾ ഹോസ്പിറ്റലിൽ പലപ്പോഴും ഫസ്റ്റ് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ മോണിറ്ററിങ്ങിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് കറക്റ്റായിട്ട് മോണിറ്ററിങ്ങിൽ റെഗുലറായിട്ട് പരിശോധനയ്ക്ക് കഴിക്കുകയാണെങ്കിൽ പറയേണ്ട രീതിയിൽ കഴിക്കുകയാണെങ്കിൽ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ അത് വളരെ വളരെ കുറവാണ്. നമ്മൾ വണ്ടി എടുത്ത് കൊണ്ടുപോയി ഇടിക്കിച്ച് നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള ചാൻസിൻ്റെ അത്രയേ തന്നെയുള്ളൂ ഈ മരുന്നുകൾ കഴിച്ച് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ ഒരു കാര്യം ഞാൻ നേരത്തെ വീണ്ടും പറയുന്നു, ഒരിക്കലും തന്നെ മരുന്നുകൾ മേടിച്ച് കഴിക്കരുത്. മോണിറ്ററിങ്ങിൽ മാത്രമേ കഴിക്കാവൂ. പറയുന്ന സമയത്ത് കാണിച്ച് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.